ജനപക്ഷത്തിൻ്റെ നേതാവ് പൂഞ്ഞാറിൻ്റെ സ്വന്തമായിരുന്ന പി സി ജോർജ് ഇപ്പോൾ ബി ജെ പിയിൽ അംഗത്വം എടുക്കുവാൻ പോവുകയാണ്. എന്തിനാണ് പി സി ജോർജ് ബി ജെ പിയിൽ അംഗത്വം എടുക്കുന്നത്? കാര്യം വളരെ വ്യക്തമാണ്. പലതവണ ജനപക്ഷം എന്ന ചെറിയ പാർട്ടി ഇടതുപക്ഷത്തിനൊപ്പവും കോൺഗ്രസിനൊപ്പവും യു ഡി എഫിനൊപ്പവും ഒക്കെ ചേരുവാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും മാറി മാറി നിലപാട് പറയുന്നത് കൊണ്ടോ എന്തോ ഇരുവരും പി സി ജോർജിനെ തങ്ങളുടെ പാർട്ടിയിലേക്ക് ലയിപ്പിക്കുവാൻ, അല്ലെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായി അംഗീകരിക്കുവാനും നിൽക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ പൂഞ്ഞാറിൽ ഒരു കാലത്ത് MLA ആയി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായൊക്കെ മത്സരിച്ച് വിജയിച്ചു വന്ന പി സി ജോർജിന് പോകാൻ ഇടമില്ലാതെ വന്നപ്പോൾ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു തുന്നമ്പാടിയ പി സി ജോർജിനെ പരിഗണിക്കുവാൻ ഇരു പാർട്ടികളും സന്നദ്ധരാവാതെ ഇരുന്നപ്പോൾ പി സി ജോർജിന് ബി ജെ പിയോട് അഭയം പ്രാപിക്കേണ്ടതായി വരുന്നു. കഴിഞ്ഞ കുറേ കാലങ്ങളായി പ്രകടമായും അല്ലാതെയും ബി ജെ പിയോടുള്ള അതീവമായ സ്നേഹവും കൂറുമൊക്കെ പി സി ജോർജ് വ്യക്തമാക്കുന്നുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ബി ജെ പിയുടെ ഭാഗമാകുവാൻ, ബി ജെ പിയുടെ ഘടകകക്ഷിയാകുവാൻ ജനപക്ഷത്തെ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പി സി ജോർജ് ദേശീയ നേതൃത്വത്തെ സമീപിച്ചത്. പക്ഷേ കേരളത്തിൽ നിന്നും പി സി ജോർജിനെതിരായൊരു വിമർശനം വരുന്നു. അദ്ദേഹം കാലുമാറ്റി ചവിട്ടുന്ന രാഷ്ട്രീയം പറയുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തെ പൂർണ്ണമായി വിശ്വസിക്കാൻ സാധിക്കില്ല എന്ന ഒരു അഭിപ്രായം കേരളത്തിലെ ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതുകൊണ്ട് അദ്ദേഹത്തെ കേന്ദ്രം അവരുടെ പാർട്ടി, അതായത് ജനപക്ഷം എന്ന് പറയുന്ന പാർട്ടിയെ ബി ജെ പിയോടൊപ്പം ഘടകകക്ഷിയായി അംഗീകരിച്ചില്ല. പകരം ബി ജെ പിയുടെ അംഗത്വം സ്വീകരിച്ചോളൂ എന്ന ഒരു മറുപടിയാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് ബി ജെ പിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില വൃത്തങ്ങൾ അറിയിക്കുന്നു. അതായത് ജനപക്ഷം എന്ന് പറയുന്ന പാർട്ടി ഇനി ഉണ്ടാകില്ല. പി സി ജോർജും മകൻ ഷോർ ജോർജും അടക്കമുള്ള ജനപക്ഷത്തെ കുറിച്ച് നേതാക്കന്മാരെല്ലാവരും ഇനി ബി ജെ പി അംഗങ്ങളായി മാറുന്നു, ബി ജെ പി നേതാക്കന്മാരായി മാറുന്നു, ബി ജെ പിയുടെ പക്ഷത്ത് ബി ജെ പിയുടെ അണികളായി മാറുന്നു, നേതാക്കന്മാരായി മാറുന്നു. ഇത് ബി ജെ പിക്ക് എത്തരത്തിൽ ഗുണകരമാകുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ബി ജെ പിക്ക് ഇത് ക്രൈസ്തവരെ തങ്ങളോട് ചേർത്ത് നിർത്തുക എന്ന ഉദ്ദേശത്തിന് പുറത്ത് പി സി ജോർജ് എന്ന ക്രൈസ്തവ മതവിശ്വാസിയെ പത്തനംതിട്ടയിലേക്ക് മത്സരിപ്പിച്ച് വിജയിപ്പിക്കുക എന്ന ഉദ്ദേശമുണ്ടോ? അതല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്തനംതിട്ട ലോക്സഭയിൽ നിന്ന് മത്സരിച്ച് വിജയിക്കാമെന്ന ഒരു ഉദ്ദേശമുണ്ടോ എന്നുള്ളതൊക്കെയാണ് ഇതിൽ പരിശോധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. പി സി ജോർജ് എന്ന മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ല, അത് ചോദിച്ചാൽ ചോദിക്കട്ടെ, കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം എന്താ? കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും ഒരു തട്ടിൽ തന്നെ ജീവിക്കുന്നത്. ഒരു തട്ട് എൽ ഡി എഫും യു ഡി എഫും കണക്കല്ലേ? അവിടെ മനുഷ്യൻ ജീവിക്കണമെങ്കിൽ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഔദാര്യം വേണ്ട നിലയായിട്ടുണ്ട്. ഒരു കൊള്ളക്കാരൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നു. ആ കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കുന്ന കോൺഗ്രസ് നേതൃത്വം എന്തു ചെയ്യും? ആ കൊള്ളക്കാരൻ്റെ ബി ടീമായിട്ട് നമ്മുടെ വി ഡി സതീശനും, ഞാൻ വ്യക്തിപരമായിട്ട് എനിക്കിഷ്ടമാണ്, പക്ഷേ രാഷ്ട്രീയമായിട്ട് നോക്കുമ്പോൾ വലിയ കുഴപ്പമാണ്. അത് സമ്മതിക്കാൻ പറ്റില്ല. ഇപ്പോൾ അവിടെ കേരളത്തിൽ ആകെ ഒരു പ്രതിപക്ഷമേ ഉള്ളൂ, ഒറ്റ ആളേ ഉള്ളൂ. നമ്മുടെ അങ്ങേരുടെ പേര് നമ്മുടെ ഗവർണർ, അങ്ങേരെ ഉള്ളൂ പ്രതിപക്ഷം. അതായത് കേരളത്തിൽ ജീവിക്കണമെങ്കിൽ, കേരളത്തിൽ നിലനിന്ന് പോകണമെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സഹായം വേണം, കടാക്ഷം വേണം എന്ന തരത്തിലേക്കൊക്കെ ആയിരുന്നു ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പി സി ജോർജ് പറഞ്ഞത്. ഇവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. അവരിരുവരും ഈ കേരളത്തെ ഭരിച്ച് നശിപ്പിക്കുകയാണ്. ബി ജെ പിക്ക് മാത്രമേ കേരളത്തെ രക്ഷിക്കാൻ സാധിക്കൂ എന്ന തരത്തിലേക്കൊക്കെ പറയാതെ പറയുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന് പല പരാമർശങ്ങളും ഇതിനു മുമ്പും ഇപ്പോഴും മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെച്ച് അദ്ദേഹം നൽകുന്നത്. അതിൽ ഈ വാക്ക് വളരെ പ്രസക്തമാണ്. അതായത് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ കടാക്ഷത്തോടു കൂടി മാത്രമേ കേരളത്തിൽ ഇനി സുഗമമായി ജീവിക്കുവാൻ സാധിക്കൂ എന്ന വരികൾക്കിടയിലൂടെ വ്യക്തമായി പറയുന്നുണ്ട് പി സി ജോർജ്. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ഒരു പക്ഷേ പത്തനംതിട്ടയിൽ നിന്ന് മത്സരിക്കുക, ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുക, MP ആയി വരിക എന്നുള്ളതൊക്കെ ആയിരിക്കാം. അതുകൊണ്ടാവണം അദ്ദേഹം ഇത്ര കാര്യമായി തൻ്റെ പാർട്ടിയെ ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ബി ജെ പിയുടെ അംഗമായി ബി ജെ പിയുടെ അംഗത്വം സ്വീകരിക്കാമെന്നൊരു കടുത്ത നിലപാട് സ്വീകരിക്കുന്നതും, അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ടുള്ള തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് നീക്കുപോക്കുണ്ടാകൂ എന്ന വ്യക്തമായ തീരുമാനത്തിൻ്റെ പുറത്തായിരിക്കണം അത്തരത്തിലൊരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നത്. എന്തായാലും രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയാകുകയാണ് പി സി ജോർജിൻ്റെ ബി ജെ പി അംഗത്വം. ബി ജെ പി അംഗത്വം പി സി ജോർജിന് ഗുണകരമാകുമോ അല്ല ബി ജെ പിക്ക് ഗുണകരമാകുമോ എന്നുള്ളതാണ് ഇനി വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതായിട്ടുമുള്ളത്. എന്തായാലും ഈ അടുത്തിടയ്ക്കൊന്നുമല്ല ബി ജെ പിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിൽ പി സി ജോർജ് ഒരു ധാരണ ഉണ്ടാക്കുന്നതിനും ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊക്കെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായ കെ സുരേന്ദ്രനുമായി
കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ വാഹനം കെ സുരേന്ദ്രന്റെ ഭവനത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളൊക്കെ മാധ്യമങ്ങളിൽ വളരെ ശ്രദ്ധേയമായിരുന്നു. ആ സമയത്തൊക്കെ എന്തുകൊണ്ടാണ് കെ സുരേന്ദ്രനെ സന്ദർശിക്കുവാൻ ജനപക്ഷത്തിന്റെ നേതാവ് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് വന്നത് എന്ന ചോദ്യത്തിന് മറുപടിയായി നൽകിയത് വെറുമൊരു സന്ധി സംഭാഷണത്തിന് വേണ്ടി വന്നതാണ്, അദ്ദേഹമായ ഒരു കുശല സംഭാഷണത്തിന് വേണ്ടി വന്നതാണ്, അതിൽ രാഷ്ട്രീയപരമായ ഒന്നും തന്നെ ഇല്ല എന്നൊക്കെയായിരുന്നു അന്ന് വെളിപ്പെടുത്തിയത്. പക്ഷേ അന്നത്തെ ആ യാത്രയ്ക്ക് ഇന്ന് പത്തനംതിട്ടയിലെ ലോക്സഭാ മണ്ഡലത്തിലെ പി സി ജോർജിന്റെ സ്ഥാനാർത്ഥിത്വത്തിന്റെ വിലയുണ്ടോ എന്നുള്ളത് സൂക്ഷ്മമായി വീക്ഷിക്കേണ്ട ഒന്ന് തന്നെയാണ്. എന്തായാലും ചർച്ചയ്ക്കൊടുവിൽ മാത്രമേ ഇതിനകത്തൊരു തീരുമാനമുണ്ടാക്കുവാൻ സാധിക്കൂ. ഇന്ന് BJP-യുമായുള്ള ചർച്ചയ്ക്ക് ശേഷം കാര്യങ്ങളൊക്കെ വ്യക്തമായി പറയാമെന്നാണ് പി സി ജോർജ് പറയുന്നത്. ഒന്നും അങ്ങനെ വിട്ട് മാധ്യമങ്ങളോട് തുറന്നു പറയുവാൻ തയ്യാറല്ല പി സി ജോർജ്. ഒരു പക്ഷേ BJP അവസാന ഘട്ടത്തിൽ തള്ളിക്കളഞ്ഞാൽ അത് വലിയ തോതിൽ ജനപക്ഷത്തിനും പി സി ജോർജ് എന്ന രാഷ്ട്രീയ പ്രവർത്തകനും രാഷ്ട്രീയ നേതാവിനും വലിയ ക്ഷീണമായി മാറുമെന്ന ഉറച്ച തീരുമാനത്തിന്റെ പുറത്തായിരിക്കണം അദ്ദേഹം അങ്ങനെ മാധ്യമങ്ങളോട് ഒന്നും തന്നെ വ്യക്തമായി പറയാത്തത്. അദ്ദേഹത്തിന് നിതീഷ് കുമാർ എന്ന ഒരു ചെല്ലപ്പേരോടുകൂടി പരിഹസിച്ച് വിളിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരും ഇടതുപക്ഷത്തിലും കോൺഗ്രസിലുമുണ്ട്. കാരണം കാലാകാലങ്ങളായി തൻ്റെ നിലപാടുകൾ മാറ്റിപ്പറയുന്ന, പാർട്ടിയെ മാറ്റിപ്പറയുന്ന, പാർട്ടി നിലപാടുകൾ മാറ്റിപ്പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് പി സി ജോർജ് എന്ന ആക്ഷേപവും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ആദ്യം കോൺഗ്രസിന്റെ ഭാഗമായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ മത്സരിച്ച് വിജയിക്കുന്നു. അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ അനുഭാവത്തോടുകൂടി മത്സരിച്ച് വിജയിക്കുന്നു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിക്കുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മതസ്പർദ്ധ വളർത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ മുസ്ലിം മതവിശ്വാസികൾക്കെതിരായി വലിയ വിവാദപരമായ പരാമർശങ്ങൾ നടത്തുന്നു. അത് ആദ്യമായല്ല അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും വിവാദപരമായ പരാമർശങ്ങൾ ഉന്നയിക്കുന്നത്. ഇതിനു മുമ്പും അദ്ദേഹം പലതരത്തിൽ വിവാദപരമായ പല പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ വലിയ ഇടിവാണ് അദ്ദേഹത്തിന് ഉണ്ടാക്കിയത്. ഒരു തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പൂഞ്ഞാറിൽ നിന്ന് മികച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു വന്ന പി സി ജോർജിനെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുകയായിരുന്നു പൂഞ്ഞാറിലെ വോട്ടർമാർ ചെയ്തത്. പത്തനംതിട്ടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമസഭാ മണ്ഡലമാണ് പൂഞ്ഞാർ. അതുകൊണ്ട് തന്നെ പൂഞ്ഞാറിൽ താൻ ശക്തനാണെന്ന് പലരും പറയുന്ന പി സി ജോർജിന് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ പ്രാധാന്യം നൽകാൻ സാധ്യതകൾ ഏറെയാണ് എന്ന ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് BJP-യുടെ നേതാക്കന്മാരുമായി ഇന്ന് പി സി ജോർജ് അടക്കമുള്ള ജനപക്ഷത്തിന്റെ നേതാക്കന്മാർ അല്ലെങ്കിൽ ജനപക്ഷം ഉപേക്ഷിച്ച് BJP-യിൽ അംഗത്വം എടുക്കുവാൻ പോകുന്ന പി സി ജോർജും ഷോൺ ജോർജും അടക്കമുള്ള പ്രവർത്തകർ ഇന്ന് BJP-യുടെ നേതാക്കന്മാരെ കാണുവാൻ വേണ്ടി പോകുന്നത്.